പലതരം ചേരുവകൾ. നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് 10ാമത്തെ ദിവസം കേട്ടോ. 100 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയി. എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. ഇതുപോലെ നല്ല മൊരിഞ്ഞ പരിപ്പുവട തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ടീ കപ്പിൽ 1 കപ്പ് പരിപ്പാട്ട് എടുത്തേക്കണേ. ഇതുകൊണ്ട് നമുക്ക് മീഡിയം സൈസിലുള്ള ഒരു 8 പരിപ്പുവട തയ്യാറാക്കാം കേട്ടോ. പരിപ്പ് നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം 4 മണിക്കൂർ കുതിരാനായിട്ട് വെക്കണം കേട്ടോ. അങ്ങനെ കുതിരാനായിട്ട് വെക്കണ സമയത്ത് ഒരു നുള്ളു സോഡാപ്പൊടിയും കൂടി ഇടുകയാണെങ്കിൽ നല്ലതായിരിക്കും. നല്ലൊരു മൊരിച്ചില് കിട്ടും. അത് മാത്രമല്ല പരിപ്പ് പെട്ടെന്ന് കുതിരുകയും ചെയ്യും. ഇപ്പൊ പരിപ്പ് കുതിരാൻ വെച്ച് 4 മണിക്കൂർ ആയിട്ടുണ്ട് കേട്ടോ. പരിപ്പ് ഞാൻ അവിടെ സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് വെള്ളം പോവാനായിട്ട്. അപ്പൊ അതിന്റെ വെള്ളമൊക്കെ പോയി ഒന്ന് ഡ്രൈ ആവണ സമയം കൊണ്ട് നമുക്ക് വെജിറ്റബിൾസ് അരിഞ്ഞെടുക്കാം. അധികം വെജിറ്റബിൾസ് ഒന്നും ഇല്ല. ഒരു ചെറിയ സവാളയുടെ പകുതി, 2 പച്ചമുളക്. ഞാൻ ആദ്യം 3 എടുത്തായിരുന്നു. അത് അധികം ഒന്ന് തോന്നിയിട്ട് ഞാൻ ഒരെണ്ണം മാറ്റി. 2 അധികം എരിവില്ലാത്ത 2 പച്ചമുളക് മതിയാവും. ഇത്രയും പരിപ്പല്ലേ ഉള്ളൂ. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 ഇതള് വേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ 2 അല്ലി വെള്ളുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനത് നേരത്തെ പറയാൻ വിട്ടു. അപ്പൊ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാനും കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇനി ഇത് പരിപ്പ് മിക്സ് ചെയ്യാനുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് തന്നെ സവാള അരിഞ്ഞിട്ട് കൊടുക്കാം. വേപ്പിലയും കൂടി അതിലേക്ക് ചെറുതായിട്ട് മുറിച്ചിടുന്നുണ്ട്. പരിപ്പടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാൻ ഞാനിവിടെ 1/2 ടീസ്പൂണിന് മുകളിലായിട്ട് ഉപ്പിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി കേട്ടോ. നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടി 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിലേക്ക് പരിപ്പ് ഒന്ന് അടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. പരിപ്പ് ഭയങ്കര പേസ്റ്റ് ആയിട്ടൊന്നും അടിയണ്ട കേട്ടോ. ഒരിത് നന്നായിട്ട് അരയ്ക്കുക. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പരത്തണ സമയത്ത് പിടിക്കാണ്ട് വരും, അത്യാവശ്യം അരിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ. പക്ഷെ ഓവറായിട്ട് അരിഞ്ഞും പോകരുത്, അപ്പൊ പരിപ്പുടെ ടേസ്റ്റ് ഉണ്ടാവില്ല. പരിപ്പ് കംപ്ലീറ്റ് അരച്ച് ഒഴിച്ചെടുത്ത ശേഷം നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഇനി ഒരു ഉണ്ടയാക്കിയിട്ട് ഇതുപോലെ പരത്താം. ചീഞ്ചട്ടിയിലേക്ക് ഇട്ടെടുത്ത് പൊരിച്ചെടുക്കാം. വളരെ എളുപ്പമല്ലേ? നല്ല മരിഞ്ഞ ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പുവട നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി കഴിക്കാം. കടകളിലൊന്നും അത്ര നല്ല പരിപ്പുവട കിട്ടലില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടങ്ങളിലൊന്നും പണ്ടത്തെ മാതിരത്തെ നല്ല പരിപ്പുവട ഒന്നും കിട്ടലില്ല. പരിപ്പുവടയൊക്കെ വാങ്ങിച്ചാലും ചൂടുണ്ടാവില്ല, ഒരു ടേസ്റ്റ് ഒന്നും കിട്ടില്ല. അപ്പൊ ഇങ്ങനെ തന്നെ വീട്ടില് ചെയ്ത് നോക്കാന്നുണ്ടെങ്കിൽ നല്ല പരിപ്പുവട നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പുവടകളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 6, 8 പരിപ്പുവട ഉണ്ടായിട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക.